6 മണിയായപ്പോഴത്തേക്ക് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടോ. അങ്ങനെ ഞാനും മോനും നേരെ കാറിൽ കയറി. അപ്പം നമ്മൾ നേരെ പോയത് ആളുടെ റൂമിലേക്കാണ്. അവിടെ കുറച്ച് സാധനങ്ങൾ ആൾക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ കുറച്ചധികം നേരം കാറിൽ വെയിറ്റ് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഇബിരിയിലേക്കാണ്. ഞാൻ പലവട്ടം ഇബിരിയിൽ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുള്ളത് ആളുടെ ജോലിപരമായിട്ട് തന്നെ ഇതുപോലെ വൈകിട്ട് പോകുമ്പോൾ അങ്ങനെ ജസ്റ്റ് പോയിട്ടുണ്ട്. നമുക്കവിടെ ചെയ്യാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കാറിൽ ഇരുന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്കൈ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് മിസ് ചെയ്യാനേ പറ്റില്ല. അത്ര ഭംഗിയുള്ള വ്യൂസാണ്. കാരണം ചുറ്റും മലകളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള വ്യൂസാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഗാലറി ഏകദേശം ഫുള്ളും ഈ സ്കൈ വ്യൂ ആണ്. കാരണം നമ്മൾ എത്ര വട്ടം കണ്ടാലും നമുക്കിത് ഓരോ തവണയും പുതിയതായിട്ട് തോന്നും കേട്ടോ. അത്ര ഭംഗിയാണിത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ഇബിരിയിലൊരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. മോനും ഹസ്ബൻഡും കൂടിയും ആ ഷോപ്പിൽ കയറി കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ വരികയാണ് കേട്ടോ. അങ്ങനെ ആളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലു മാളിലേക്ക് പോയി. ഈ കാണുന്നതാണ് നമ്മുടെ ഒമാനിൽ ലുലു. ഇവിടെ എൻ്റെ അറിവിൽ 2 ഉണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതെനിക്ക് രാത്രി വരാനുണ്ടോ കൂടുതൽ ഇഷ്ടം. കാരണം ഇതിൻ്റെ ഈ കളറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാണ്ടൊരു ക്യൂരിയോസിറ്റി തോന്നും. കാരണം നമ്മുടെ നാട്ടിൽ ലുലു മാളിൽ ഇങ്ങനത്തെ കളറൊന്നുമില്ല കേട്ടോ. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. ആളുകളൊക്കെ ഭൂരിഭാഗം ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ടാകും. പിന്നെ ഫ്രൈഡേ എല്ലാവർക്കും ഓഫാണല്ലോ. അറബ് കൺട്രീസ് മുഴുവൻ ഓഫ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വ്യാഴാഴ്ച രാത്രി തന്നെ വന്ന് മാക്സിമം ഐറ്റംസ് ഒക്കെ മേടിക്കും. കാരണം ഓഫേഴ്സൊക്കെ ഉള്ളത് ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുലു മാളുടെ ഫ്രണ്ട് ഏരിയ കാണുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയത്താണെങ്കിൽ നല്ല കാറ്റും ചൂടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10:45 11 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ചൂടിന് യാതൊരു കുറവുമില്ല. അങ്ങനെ ഞാനും മോനും കൂടി ഇറങ്ങുകയാണ്. കാരണം എനിക്കും മോനിക്കും ഈ ചൂടിൻ്റെ ക്ലൈമറ്റ് അങ്ങനെ സെറ്റായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നല്ലപോലെ മടിക്കും കേട്ടോ. ഭയങ്കര കാറ്റുണ്ട്. കാറ്റത്തൊക്കെ ഇങ്ങനെ പറന്നു പോകണമെന്ന് തോന്നും. പിന്നെ അതുമല്ല ചൂട് കാറ്റാണ് കേട്ടോ മെയിനായിട്ട് വരുന്നത്. സാധാ തണുത്ത കാറ്റൊന്നുമില്ല, നല്ല ചൂട് കാറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഓടി വേഗം അകത്ത് കയറിയപ്പോൾ അവിടെ ഇരുന്ന ഒരു ട്രോളി വണ്ടി എടുത്തിട്ട് എൻ്റെ മോനിങ്ങനെ ഉന്തി നടക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ നടന്ന് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. ഇപ്പോൾ ഏകദേശം